അപ്പൊ നമ്മൾ കാത്തു വെച്ച ഓണം എത്തി. അപ്പൊ ഓണത്തിനോടനുബന്ധിച്ച് പൂക്കളം എന്തായാലും ഇടണമല്ലോ. അപ്പൊ ഇന്ന് അത്തത്തിനോടനുബന്ധിച്ച് നമ്മുടെ വടക്കനാഥിന് വലിയൊരു പൂക്കളം അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ രാവിലെ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വടക്കനാഥനിൽ വന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വടക്കനാഥനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഈ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളെ അങ്ങോട്ട് പോകുമ്പോ എന്താ വെച്ചാൽ നല്ല തിരക്കുണ്ട് വടക്കനാഥനിൽ നിന്ന് പറഞ്ഞാ. ഭയങ്കര തിരക്കാ ശരിക്കും പറഞ്ഞാ. ഞാൻ വിചാരിച്ച് രാവിലെ മാത്രമേ തിരക്കുണ്ടാവുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം വലിയ തിരക്കുണ്ടാവില്ലെന്നാണ്. പക്ഷെ എല്ലാം തെറ്റി. കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതലും തിരക്കും തോന്നുന്നുണ്ട്. അല്ല, അവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ശരിക്കും കുറച്ചൊരു പൂരം വന്ന ഫീലിംഗ് ആണ്. ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ട് അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ എന്ത് വലിപ്പല്ലേ പൂക്കളം. അയ്യോ, ഭയങ്കര വലിപ്പം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയണറിയില്ല, നല്ല വലിപ്പം. നമ്മുടെ വടക്കനാഥന്റെ ഈ ഗോപുരം ഇറങ്ങി വന്ന ഒരു ടാർട്ട റോഡ് പോലെയാ. ആ ടാർട്ട റോഡിന്റെ നടുക്കായിട്ടുണ്ട്. ഈ റോഡിന് നടുക്കായിട്ട് വലിയ പൂക്കളിട്ടിരിക്കുക. പക്ഷെ നല്ല വലിപ്പമുണ്ട്. ചെറുതൊന്നല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പൊ പൂക്കളം നമ്മൾ കണ്ട പോലെ തന്നെ നല്ല വലിപ്പമായിട്ട് എന്തൊക്കെ പറഞ്ഞല്ലോ, നല്ല വലിപ്പമുണ്ട്. അത് മാത്രല്ല കാണാനായിട്ട് കുറെ ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോ എത്ര ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാലും ഉണ്ടല്ലോ, എന്നുവെച്ചാൽ നമ്മുടെ ഫോണിലെ ആംഗിൾ അത്ര കിട്ടില്ല. അത്ര വലിപ്പമല്ല പൂക്കളത്തിന്. അത് നമുക്കെന്ന് വെച്ചാൽ ഈ കയറ്റത്ത് നിന്നാ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ കയറ്റത്ത് അവിടെ ഇട്ട് നടുക്കായിട്ട് നമുക്ക് നോക്കി നോക്കാം. ചിലപ്പോ നമുക്ക് അവിടെ നിന്നാ ഒരു ഫോട്ടോ എടുക്കാൻ സാധ്യത. ഇവിടെ നിന്നാ ചിലപ്പോ എന്തായാലും കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത് അപ്പൊ ഇവിടെ നിന്നാ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും പൂക്കളം മൊത്തത്തിൽ. ഇതാണ് നമ്മുടെ പൂക്കളത്തിന് മൊത്തം വലിപ്പം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്യാവശ്യം ആൾക്കാർ തടിച്ചുകൂടി വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. കണ്ടില്ല, ഇഷ്ടം പോലെ. മഴയൊന്നും പെയ്തില്ല ഭാഗ്യത്തിന്. എന്താണോ അല്ലെങ്കിൽ എന്ത് മഴയായിരുന്നു. വലിയ മഴയൊന്നും പെയ്തില്ല ഭാഗ്യം. അപ്പോ നമ്മുടെ വടക്കനാഥിലെ പൂക്കളം അടിപൊളിയല്ലേ. കാരണം നല്ല വലിപ്പമുണ്ട്. സംഭവം എന്താ വെച്ചാല് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതും മാത്രല്ല രാവിലെ തൊട്ടത് ഇപ്പൊ സമയം തന്നെ 4 മണിയായി. 4 മണി വരെ ഇത്ര നല്ല ആൾക്കാർ ഉണ്ട് കാണാൻ വേണ്ടിട്ട്. കാരണം ഇന്ന് അത്തം ഒന്നാണ്. നമ്മുടെ അത്തം തൊട്ട് 10 ദിവസമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ആഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല കടകളും ഓഫീസുകളും ഒക്കെ അവധിയാവും. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അത്യാവശ്യം ആൾക്കാർ പറയണല്ലോ. കാരണം എന്താ വെച്ചാല് ഞങ്ങള് രാവിലെ വരാണ്ടിരുന്നത്. ഞവര് രാവിലെ ഗുരുവായൂർ പോയി. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. ഇന്നലെ നിങ്ങൾ കാണുമ്പോ എന്താണെങ്കിലും ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചു ഉച്ചയ്ക്ക് ശേഷം പോവാ. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വടക്കനാഥനിൽ പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം കാരണം എന്താ വെച്ചാൽ തിരക്കൊക്കെ കുറയല്ലോ, നമുക്ക് ഒന്നുകൂടി സുഖമായിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാ. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നല്ല ആൾക്കാരുണ്ട്. അത്യാവശ്യം ആൾക്കാരെ വന്നിട്ടില്ലേ. ഇപ്പൊ 4 മണിയാവും. ചിലപ്പോ ഇനി ആൾക്കാർ കൂടും. വൈകുന്നേരം ആകുമ്പോഴേ കൂടുതലാവും ചിലപ്പോ. ഇനി അറിയില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം ആൾക്കാരായിട്ട് അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ സമയം ഇപ്പൊ 4:15 സമയം. ഇപ്പൊ ഞങ്ങളൊരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്തു യാത്ര ചെയ്ത് തന്നെ. അപ്പോ അവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കണുണ്ടല്ലോ. ഇവിടെ കാണല്ലോ ഇഷ്ടം പോലെ അവിടെ ഇരിക്കുക നിൽക്കുക. നമ്മുടെ പൂക്കളത്തിന് അവിടെയാണ് മെയിൻ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുള്ളത്. പിന്നെ നമ്മുടെ വടക്കനാഥിന് മുന്നിലായിട്ടും അത്യാവശ്യം ആൾക്കാരെ വന്നിട്ടുള്ളത്. ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കുക. തിരക്കിനൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷിച്ചാൽ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരി കൂടും. ആ കാലത്ത് ഒരു ഉറപ്പില്ല. എന്തായാലും ഉറപ്പ് എന്തായാലും ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ആ പൂക്കളത്തിന് അങ്ങോട്ട് പോവാ. നല്ല ഇവിടെ കാണാൻ അവിടേക്ക് പോവാം. താഴത്തോട്ട് ഇറങ്ങി നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ അവിടെ കണ്ടില്ല ഇതൊരു പൂക്കളാണ്. സംഭവം എന്താ വെച്ചല്ലേ, ഒറിജിനൽ പൂവല്ല. ഇത് വെച്ചാൽ റെഡിമെയ്ഡ് പൂക്കളാണ്. എന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക്കിന്റെ പൂക്കളം. ശരിക്കും പറഞ്ഞാൽ 10 ദിവസം ഇട്ടിട്ട് നമുക്ക് മടക്കി എടുത്തിട്ട് അടുത്ത ദിവസം വീണ്ടും 10 ദിവസം ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു മോഡൽ പൂക്കളാ. കൊള്ളാനല്ലേ. ഞാൻ എന്തെങ്കിലും ആദ്യത്തെ ചവിട്ടിയൊക്കെ പോലെ കണ്ടിട്ടുണ്ട്. എന്നാലും പ്ലാസ്റ്റിക് ഞാൻ കണ്ടിട്ടില്ല. അന്നേരം കൊള്ളാം. നമ്മുടെ വടക്കനാഥൻ തന്നെയല്ലേ ഓണത്തിനോടനുബന്ധിച്ച് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സാരി, അതുപോലെ തന്നെ മുണ്ടുകള്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോ ഇനി വന്നെ ഉണ്ടാവുള്ളൂ, അറിയില്ല. ഇനി അപ്പുറത്തെ സെക്ഷനിലൊക്കെ കാണിക്കുന്നുണ്ട്. ചില അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ട്. അത് കണ്ട അവിടെ കണ്ട കുറച്ച് മുണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ. അങ്ങനെയൊക്കെ ഇത് ഒരെണ്ണം. പക്ഷെ ഇനി കുറെ ഉണ്ട്. ഞങ്ങളൊക്കെ മുൻപ് മുണ്ടൊക്കെ വാങ്ങിക്കും. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇവിടേക്ക് പ്രധാനമായിട്ട് ഞാൻ തന്നെ പറയാച്ചോട് നമുക്ക് വരാൻ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല കിഡിന് പ്രിന്റഡ് ആയിട്ടുള്ള മുണ്ടുകൾ കിട്ടും. നല്ല പ്രിന്റുള്ള മുണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇത്രയും കൂടുതൽ. അങ്ങനത്തെ കിടില മുണ്ടുകൾ ഇവിടെ വരാറുണ്ട്. അതിൻ്റെ ഉള്ള പച്ച അങ്ങനത്തെ മുണ്ടുകളൊക്കെ ഇവിടെ നടത്തുള്ളൂ. അടിപൊളി പ്രിന്റ്. അതൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം.
ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ, തുടക്കം ആവണല്ലോ ചിലപ്പോ. ശരിക്കും പറഞ്ഞാലേ ഇനി ഞായറാഴ്ചയും കൂടിയാണല്ലോ, ചിലപ്പോ തിങ്കളാഴ്ച തൊട്ടോ നാളെ തൊട്ടാവാൻ ചിലപ്പോ ആയി വരണുള്ളൂ. പിന്നെ പല സ്ഥലത്തും ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് തുടങ്ങാൻ പാകത്തിന്, പക്ഷെ തുടങ്ങിയിട്ടില്ല. അതാണ് അപ്പൊ ഞാനൊരാളോട് ചോദിച്ചപ്പോ ആള് പറഞ്ഞത് ഇവിടെ ആയി വന്നുള്ളൂന്നാണ്, മുണ്ടിന്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പായി വന്നുള്ളൂന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളെന്തായാലും തിരിച്ചു നടക്കേണ്ട വരിക, ആ പൂക്കളത്തിന്റെ മുന്നിലേക്ക് പോകേണ്ട വരിക, അതാ വഴിയുള്ളൂ. ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇതൊക്കെയാണ് ശരിക്കും പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പൂക്കളം കാര്യങ്ങളൊക്കെ തന്നെ. മുണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആയി വന്നുള്ളൂ, ഇപ്പൊ എന്തായാലും ആവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. നാളെ മറ്റന്നാളൊക്കെയാണ് സെറ്റപ്പ് ആവുന്ന പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാന്നായാലും. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ വടക്കനാഥല്ല അത്തത്തിനിട്ട പൂക്കളം എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അതും മാത്രല്ല അത്യാവശ്യം ആൾക്കാരുണ്ട്. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വടക്കനാഥല്ല ഇഷ്ടംപോലെ ആൾക്കാരെ വരും കാണാൻ വേണ്ടിട്ട്. കാര്യത്തിലൊന്നും മഴയൊന്നും പെയ്തില്ല, ഒന്നും തുടക്കം തന്നെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ കൺസെപ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടുന്നല്ലാരും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാതിരിക്കും. നന്ദി, നമസ്കാരം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പോവാൻ എന്തായാലും അല്ലേ. ഓക്കെ.